കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അഖിലിന്റെയും മേഘയുടെയും. എന്തായാലും മേഘയെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഒരു ഭർത്താവ് ഇരിക്കെ ഭർത്താവിന്റെ കൂടെ നല്ല രീതിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അങ്ങ് ഇറങ്ങി പോവാണ്. ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും പോകുന്ന പോക്കില് ഉള്ള സ്വർണ്ണമൊക്കെ എടുത്തിട്ടായിരിക്കല്ലോ ആള് പോയിട്ടുണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് പോയി ആള് വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മേഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവും പറയും? ആർക്കും പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ, ഒരാളും കൂടെ കാണത്തില്ല. പക്ഷേ അഖിലിന്റെ ഭാഗത്ത് എനിക്ക് നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ല, നമുക്കറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും അഖിലിന്റെ ഈ ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് വരാണ്ടിരിക്കട്ടെ. അതിനിടയിൽ ഒരു പോസ്റ്റ് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ലാൽ ബിൻ ഉമ്മർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ കണ്ടത് കേട്ടോ. ഭാര്യ ഒരു ബസ് കണ്ടക്ടറിന്റെ കൂടെ ഒളിച്ചോടിയ മനോവിഷമത്തിൽ ജീവനൊടുക്കി പ്രശസ്ത യൂട്യൂബർ അഖിൽ NRD എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അഖിലിന്റെ ഫോട്ടോ എടുത്തിട്ടേക്കുന്നത്. എന്ത് വിഡ്ഢിത്തരാണ് ഈ കാണിച്ചിരിക്കുന്നത് നോക്കിയേ. ഒരു മനുഷ്യൻ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതും മരിച്ചു എന്നുള്ളൊരു ഫോട്ടോ വരെ പ്രചരിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെയൊക്കെ മൈൻഡ് എത്രത്തോളം വികൃതമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അയാൾ ഇട്ടതാണോ അയാൾ വേറെ ആരിൽ നിന്ന് എടുത്തിട്ടതാണോ എന്ന് എന്തായാലും അറിയത്തില്ല. എന്തായാലും ഈ ഒരു സാഹചര്യം മുതലെടുത്തിട്ട് കുറെ ആൾക്കാർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണോ ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഈ ഒരു അഖിലിന്റെ കൂടെ, അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടായിരുന്നു. എന്ത് നന്നായിട്ടാണ്, നല്ല രീതിയിലായിരിക്കും മാതാപിതാക്കൾ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് ഇതേപോലെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആ ഒരു സമയത്ത് എന്തായാലും ഈ ഒരു ബസ് കണ്ടക്ടറോ അല്ലെങ്കിൽ ബസ് ഡ്രൈവറോ എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് കണ്ട ഒരാളായിരിക്കത്തില്ലോ. എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരിക്കുമല്ലോ. എന്തായാലും ചിലപ്പം കല്യാണം കഴിഞ്ഞിട്ട് കൂടെ നിൽക്കുമ്പോൾ ചാറ്റ് പോലും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു അഖിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കാം. അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലും ഒരു നേരത്തെ കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും ശ്രദ്ധിച്ചിട്ടും കാണില്ല. കാരണം ഭാര്യ ചതിക്കില്ല എന്നുള്ളൊരു എന്താ പറയുക ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് അവനുണ്ടായിരുന്നായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ്. എനിക്ക് അതുകൊണ്ട് ഒരിക്കലും ഇത് എന്ത് കാരണത്തിലാണ് പോകുന്നു പറഞ്ഞാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു രോഗത്തിന്റെ പേര് പറയുന്നുണ്ട്, എന്തോ BPDയോ എന്തോ ഒരു രോഗം പറയുന്നുണ്ട്. ആ BPDയോ എന്തോ ഞാനിപ്പോൾ കേൾക്കുവാണ് കേട്ടോ. അതായത് ചില ആൾക്കാർക്ക് ഉണ്ടോ പെട്ടെന്ന് എന്താ പറയുക ഡിപ്രഷൻ അങ്ങനെ ഡിസോർഡർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാളുടെ കൂടെ പോകാൻ ഒരു ഡിസോർഡറും ഇല്ല. പക്ഷെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക്, അദ്ദേഹത്തിന്റെ ചെലവിൽ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേറൊരാളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഡിസോർഡർ വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു അഖിൽ എന്ന് പറയുന്ന പയ്യൻ ഇനി പുറത്ത് എങ്ങനെ ഇറങ്ങി നടക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വളരെ വൃത്തികെട്ട രീതിയാണ് ഒരു മേഘ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മേഘ കാണിച്ചതിനോട് എനിക്ക് 100% എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അഥവാ ഇനി പോകണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം വഴികളുണ്ട്, നേരായിട്ടുള്ള വഴികളുണ്ട്. എനിക്ക് നിന്നെ വേണ്ട, ഡിവോഴ്സ് കൊടുക്കുക, എനിക്ക് വേറൊരാളുമായിട്ട് അഫയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് അവിടെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഒരു ഇച്ചിരി ഫെയിമിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, 10 ലക്ഷത്തോളം ആൾക്കാരെ അറിയുന്ന ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാള്, പിന്നെ ആ ഒരു ആക്ടറാണ്. ഇപ്പൊ സിനിമയൊക്കെ 3-4 സിനിമകളൊക്കെ ഉണ്ട് അയാളുടെ. അപ്പം അതിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി മൊത്തത്തിൽ ഈ ഒരു തിരക്കിൻ്റെയോട് തിരക്കായിരിക്കും. അതിനിടയിൽ എപ്പോഴും നമുക്ക് ഓമനെ തങ്കമേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. അത് ഒരു മനുഷ്യനും പറ്റത്തില്ല. ഇപ്പൊ ജോലിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അതും വേറെ ജോലി, നല്ല സാലറിയുള്ള ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന അതിലും ഈ ഒരു അഭിനയത്തിന്റെ പാഷനിലോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് അത് മുതലെടുത്തിട്ട് എനിക്ക് അങ്ങനെ സ്നേഹം കിട്ടുന്നില്ല, എനിക്കിങ്ങനെ, ഇല്ലെങ്കിൽ അവന് അങ്ങനത്തെ ഒരു അവിഹിതം ഉണ്ട്. അവിഹിതം എന്ന് പറയുന്ന തെളിവ് വേണം. ഒന്നുകിൽ തെളിവ് കാണിക്കൂ. അല്ലാണ്ട് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് എനിക്ക് അവന് അവിഹിതം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അഥവാ ഇനി തെളിവുണ്ടെങ്കിൽ ശരിയോ, അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയെന്ന്. അത് പോയെങ്കിൽ സ്വന്തം വീട്ടിൽ പോവാം, അല്ലാണ്ട് വേറൊരാളുടെ കൂടെ അല്ല പോവാനുള്ളത്. പക്ഷെ ഇത് കൂടെ നിന്നിട്ട് വഞ്ചിക്കുക എന്നൊക്കെ പറയുന്നില്ല, അത് തന്നെയാണ് സെയിം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ മേഘ അയാളുടെ കൂടെ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ നല്ല സ്നേഹമായിരിക്കാം. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പണം സ്വർണ്ണങ്ങളൊക്കെ തീരുമ്പോഴത്തേക്ക് എന്തായാലും സ്വഭാവത്തിന് ചേഞ്ച് വരുമല്ലോ. സാധാരണ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്നുകിൽ വാശി പുറത്തായിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടായിരിക്കാം, സ്വർണ്ണം പണം അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കാം. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. ആദ്യത്തെ വൈഫിനെ എന്താ പറയാ, ആദ്യത്തെ വൈഫിനെ കുറച്ചും കൂടി ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ എവിടെന്നെങ്കിലും ഒക്കെ കല്യാണം കഴിക്കും. ഇല്ലെങ്കിൽ ആദ്യത്തെ വൈഫ് കൂടെ ഇരിക്കുന്ന സമയത്ത് മക്കളും ഉണ്ടായിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കൂടെ പോവുകയും പിന്നെ അവസാനം ആദ്യത്തെ ഭാര്യ കൊള്ളത്തില്ല, അവരെ കൊണ്ട് ഒരു ഉപയോഗമില്ല, അവർ തടിച്ചതാണ്, മറ്റതാണ്, മറിച്ചതാണ്, അവളെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്കാർ, അതിനെക്കാട്ടിലും ഭയങ്കര മെച്ചം കൂടിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഒന്നുകിൽ അന്തസ്സായിട്ട് എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക,
പിന്നെ അവരെ കുറിച്ച് കുറ്റം പറയാനും ഒന്നും പോവാൻ നിൽക്കരുത്. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ ഭർത്താവിന് അവിഹിതമാണ്, എനിക്ക് അദ്ദേഹത്തിനോട് പോകാൻ താല്പര്യമില്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഹോമോസെക്ഷൽ ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താല്ലേ വളരെ കഷ്ടം തോന്നുന്നുണ്ട് ആ ഒരു പയ്യന്റെ അവസ്ഥ. കല്യാണം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടെന്തോ നിന്നൊരു പയ്യനാണ്. അതിനിടയിലാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇനിയിപ്പം മേഘ പോയി കഴിഞ്ഞാൽ എല്ലാ സ്വർണ്ണവും പണങ്ങളൊക്കെ തീർന്ന ശേഷം ചിലപ്പോൾ അവിടെയെങ്കിലും അടിച്ചെവിടെയെങ്കിലും ഉരുട്ടിയിടും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി, മർദ്ദിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി ആരെങ്കിലും അത് സഹകരിക്കോ? ഒരിക്കലില്ല, ആരും സഹകരിക്കത്തില്ല. കാരണം അവർ പറയും നീ അവൻ്റെ പോയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ ആ ഒരു വീട്ടുകാർക്ക് നാണക്കേടായിരിക്കും, അഖിലിന് നാണക്കേടായിരിക്കാം. ആ ഒരു മനുഷ്യന്റെ വിഷമം എത്രത്തോളം ഉണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിനിടയിൽ കൂടി ആൾക്കാർ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് തമ്പനയിലൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താ ഇങ്ങനെ, അഖിലിന് അങ്ങനെയാണ്, അഖിലിന് ഇങ്ങനെയാണ്, അഖിലിന്റെ കുഴപ്പം കൊണ്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതിന്റെ തമ്പനയിലൊക്കെ ഇടും. പക്ഷേ അതൊക്കെ വളരെ മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതമാണ്, ആ ഒരു ജീവിതത്തിൽ ഇപ്പൊ ആണ് എന്ന് നമുക്ക് പോലും അറിയത്തില്ല. പോകുന്ന ആ ഒരു രീതിയിൽ ഓളങ്ങൾക്ക് അനുസരിച്ച് നമ്മളെല്ലാവരും അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇന്ന ജീവിതത്തിൽ ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ചക്കയാണെങ്കിൽ നമുക്ക് ചൂഴ്ന്നു നോക്കാം, പക്ഷെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി കാലങ്ങൾ എടുത്തിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒളിച്ചോട്ടം എന്ന് പറയുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോകുമല്ലോ, അതേപോലെ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നി. സത്യം എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക്, ഒരു ഫെയിമുള്ള ആളുടെ കൂടെ ജീവിക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മര്യാദ കാണിക്കാം. നേരിട്ട് പറയുക എനിക്കൊരു താല്പര്യമില്ല, എനിക്കൊരു വേറൊരു അഫെയർ ഉണ്ട്, എനിക്കതുണ്ട്, ഞാൻ എൻ്റെ പാടുപോക്കി പോവാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോ എത്ര പേർക്കാണ് നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എത്ര പേർക്ക് ചർച്ചയാകേണ്ട ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ പിന്നെ ചർച്ചയാകും. പിന്നെ പ്രത്യേകിച്ച് ഒരു ഫെയിമുള്ള ആൾക്കാരുടെ എന്തെങ്കിലും കാര്യം വന്നാൽ ഇത് മൊത്തത്തിൽ ചർച്ചയാക്കാം. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇത് വളരെ മോശം, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഈ മേഘ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല.